ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ ടിക്ക ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ റംദാൻ സീരീസിൻ്റെ 12ാമത്തെ എപ്പിസോഡായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ബിരിയാണി ലവേഴ്സിന് എന്തായാലും ഈ ഒരു ബിരിയാണി ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ നന്നായിട്ട് പെരക്കി വെക്കണം. അതിനായിട്ട് ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കനിലേക്ക് വേണ്ട മസാലകൾ നമുക്ക് നോക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി തന്നെ എടുക്കുക. 1 ടേബിൾ സ്പൂൺ, 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ കടലക്കപ്പൊടി ഉണ്ടല്ലോ, ബേസൻ ഫ്ലോർ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് അളവിൽ യോഗട്ടും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല കട്ട തൈര്, പുളിയില്ലാത്ത, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ റെഡ് ഫുഡ് കളറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക, ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. അവസാനമായിട്ട് 1/2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം, സൺഫ്ലവർ ഓയിൽ. എന്നിട്ട് എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണ്, ഈ ഒരു റെഡ് ഫുഡ് കളർ ചേർക്കണം എന്ന് ഒരു നിർബന്ധമില്ല. നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഒക്കെ ഒരു രസത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ചേർക്കുന്നത്. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊട്ടും നിർബന്ധമില്ലാത്ത കാര്യമാണ് കേട്ടോ. അങ്ങനെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ ചിക്കൻ പീസസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1.5 കിലോ ചിക്കനാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഏകദേശം അൽഫാമിൻ്റെ ആ ഒരു പീസിൽ 10 പീസായിട്ടാണ് ഞാനിപ്പം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ചിക്കനിലേക്ക് മസാല നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം കേട്ടോ. കൈകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്കൊരു മിക്സിങ് കൊടുക്കണം. ഏകദേശം ഒരു 4-5 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മാത്രമേ ചിക്കനിലേക്ക് എല്ലാം നന്നായിട്ട് പിടിക്കുള്ളൂ. അങ്ങനെ നല്ലപോലെ ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സിങ് ഇതാണ്. ഈ ഒരു ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാം. 1 മണിക്കൂർ ഫ്രിഡ്ജിൻ്റെ താഴത്ത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അങ്ങനെ ഇതാ 1 മണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കൻ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് അടുപ്പത്തൊരു പാൻ വെക്കുക. അത് ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, ഡീപ്പ് ഫ്രൈ അല്ല. അതുകൊണ്ട് തന്നെ ഓയിൽ വളരെ കുറവേ വേണ്ടുള്ളൂ. അങ്ങനെ ഓയിൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് നമുക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നന്നായിട്ട് വേവണം. അപ്പോൾ അതിനായിട്ടൊരു 10-15 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതുപോലെ തന്നെ ഫ്രൈ ആവുകയും ചെയ്യണം കേട്ടോ. ഏകദേശം ഒരു 90% വെന്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പുതിന ഇലയും മല്ലി ഇലയും കൂടി ചേർത്ത് കൊടുക്കണം. അതായത് 1 ടേബിൾ സ്പൂൺ പുതിന ഇലയും 1 ടേബിൾ സ്പൂൺ മല്ലി ഇലയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലയിൽ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിട്ടിട്ട് നമ്മളിതിങ്ങനെ ഫ്രൈ ചെയ്യുമ്പോണ്ടല്ലോ നല്ല മണമാണ്. ഇനി നമുക്കിത് വീണ്ടും തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ബാച്ചും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെയും ഫ്രൈ ചെയ്യാം, അതല്ലെങ്കിൽ ഓവനിലും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് റൈസ് വേവിക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ റൈസ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പാത്രം എടുക്കുക. അതിൽ ഒരു 1/4 ഭാഗത്തോളം വെള്ളം എടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം ഒരു 4-5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ബസ്മതി റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം ബസ്മതി റൈസ് നന്നായിട്ട് കഴുകിയിട്ട് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ളതാണ്. 4 കപ്പ് ബസ്മതി റൈസാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം.
ഏകദേശം ഒരു 3/4 കിലോ ഉണ്ടാകും. ഇനി റൈസ് നന്നായിട്ട് വേവിച്ചിട്ട് നമുക്കത് ഊറ്റി വെക്കാം കേട്ടോ. വെള്ളമെല്ലാം ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഊറ്റി മാറ്റാം. അടുത്തതായിട്ട് നമുക്ക് മസാല തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ബിരിയാണി ചെമ്പ് അടുപ്പത്ത് വെക്കാം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 4 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. സാധാരണ മസാല കരിയുന്ന പോലെയല്ല, ഒന്ന് നടുക്കുന്ന കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാനിപ്പം ചേർത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഏതിലാണോ ബിരിയാണി സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രം എടുക്കണം നമ്മൾ മസാല ഉണ്ടാക്കാൻ. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. 2 മിനിറ്റിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർക്കട്ടെ. ഞാനിപ്പോൾ ഒരു 7 പച്ചമുളകാണ് ഒന്ന് നടുക്കുന്ന് കയറിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരിവാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമാണ്, ക്യുമിൻ സീഡ്സ്. പിന്നെ നമ്മുടെ ഹോൾ സ്പൈസസ് എല്ലാം ചേർക്കണം. അതായത് ഒരു 3 ഏലക്ക, അതേപോലെ ഒരു 5 ഗ്രാമ്പു, ഒരു 4 കഷ്ണം ചെറിയ കഷ്ണമായിട്ടുള്ള പട്ട, അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ആ ഒരു മസാലസ് എല്ലാം എല്ലാത്തും ഉള്ളിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 4 തക്കാളിയാണ്. 4 മീഡിയം സൈസുള്ള തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഈ ഒരു ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വെന്തടിയണം, ആ ഒരു രീതിയിലെത്തണം കേട്ടോ. എന്നാലാണ് ഈ ഒരു മസാലക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പച്ചച്ചവയൊക്കെ മാറി നല്ലപോലെ ഒന്ന് വെന്തടിയണം. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. മസാല ഒരു 3/4 ഭാഗത്തോളം വെന്ത് കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടയണം. നമ്മൾ തക്കാളി ഒന്നും കാണാനേ പാടില്ല. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തൈരാണ്. പുളിയില്ലാത്ത നല്ല കട്ട തൈര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് അളവിലാണ് ചേർക്കേണ്ടത്. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ തന്നെ. ഇനി അതിന് ശേഷം 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പുതിന ലീഫും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ റെഡിയായി കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു മസാല. മസാല റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് ഇത് സിമ്മിലിടാം. അതിന് ശേഷം നമുക്ക് ഈ മസാലയുടെ പകുതി പോർഷൻ നമുക്കിതൊന്ന് കോരി മാറ്റാം കേട്ടോ. അത് നമുക്ക് ലെയറിലിടുമ്പോൾ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പകുതി പോർഷന് നമുക്കിതിൽ നിന്നും കോരി മാറ്റാം. അതിനുശേഷം മസാല ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഉണ്ടല്ലോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈസിൻ്റെ ഒരു 1/4 ഭാഗം നമുക്കിതിലേക്ക് ഫസ്റ്റ് ലെയറിലായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ റൈസിൻ്റെ ഒരു 1/4 ഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഒരു 3-4 ടീസ്പൂൺ നെയ്യ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഓരോ ടേബിൾ സ്പൂൺ മല്ലിയിലയും പുതിനയിലയും നമുക്കിതിലേക്ക് വിതറി കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച മസാലയുടെ പകുതി നമുക്കിതിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു സ്പൂണ് വെച്ചിട്ട് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ പരിപാടി നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. വീണ്ടും നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഗീ ഒഴിച്ചു കൊടുക്കുക, ഒരു 3-4 ടീസ്പൂൺ. കുറച്ച് പുതിന മല്ലിയില ഇട്ട് കൊടുക്കുക. വീണ്ടും മസാല വെച്ചിട്ട് കവർ ചെയ്യാം കേട്ടോ.
അങ്ങനെ ലാസ്റ്റ് ലെയർ റൈസും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും മല്ലിയില പുതിന ലീവ്സ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ലാസ്റ്റ് അതും കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്കൊരു 3-4 ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണം. അങ്ങനെ ഇതാ 20 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ടിക്കയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നമുക്ക് വീണ്ടും അടച്ച് വെച്ചിട്ട് വേവിക്കണം. ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്ക് ചിക്കനും വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം. അങ്ങനെ 10 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടണമെങ്കിൽ നമുക്കൊരു ചെറിയൊരു സ്റ്റീലിൻ്റെ ബൗള് ഇറക്കി വെച്ച് കൊടുക്കുക. അതിലേക്ക് ചെറിയൊരു കരിക്കട്ട ഒന്ന് ചൂടാക്കിയിട്ട് കുറച്ചൊരു ഓയിലും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല സ്മോക്കി ഫ്ലേവറുള്ള ചിക്കൻ ടിക്ക ബിരിയാണി റെഡിയാകും. അപ്പോൾ ഇത് നിർബന്ധം ഉണ്ടൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്മോക്കി ഫ്ലേവറും കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കഴിക്കാൻ. നല്ല അടിപൊളി ടേസ്റ്റുള്ള സൂപ്പർ ചിക്കൻ ടിക്ക ബിരിയാണിയാണ്. ഉറപ്പായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യണം. ഇത് നമുക്ക് ചെറിയൊരു ഉള്ളിൻ്റെ സലാഡോ അല്ലെങ്കിൽ ഒരു പപ്പടോ അതല്ലെങ്കിൽ മയോണൈസോ എന്തിൻ്റെ കൂടിയിലായാലും സൂപ്പർ ടേസ്റ്റാണ്. ഈ ഒരു അളവിൽ ഏകദേശം ഒരു 10 പേർക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം മനൂസ് വേൾഡ്. താങ്ക് യു.